കാര്യം എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞാലും പ്രതിഭകളെ കണ്ടെത്തി ഇന്ത്യൻ ഫുട്ബോളിലേക്ക് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മിടുക്കര് തന്നെയാണ്. അത് ആദ്യ സീസണിലെ സന്ദേശ് ജിങ്കൻ മുതൽ സഹാൽ അബ്ദുൾ സമദ് വരെ നീണ്ടു നിൽക്കുന്ന വലിയ താരങ്ങളുടെ പട്ടിക ബ്ലാസ്റ്റേഴ്സിന് മറ്റുള്ളവർക്ക് കൊടുത്തവരുടേതായിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഏറ്റവും മികച്ച താരങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്ലബ്ബും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ചർച്ചിൽ ബ്രദേഴ്സ് അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് ഗോവൻ ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്നും 2 വിങ്ങേഴ്സിനെ കൊണ്ടുവന്നു. അതിലൊരു വിങ്ങറിന്റെ പേര് ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല, ബ്രൈസ് മിറാണ്ട. 12 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ബ്രൈസ് മിറാണ്ട. അദ്ദേഹത്തിന്റെ വിങ്ങിലൂടെയുള്ള അതിവേഗത്തിലുള്ള ചലനങ്ങൾ പ്രതിരോധക്കാർക്ക് പലപ്പോഴും തലവേദനയാവും. ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് അത്ര മികച്ച ക്വാളിറ്റി ഉണ്ട് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രതിഭയുണ്ടായിരുന്നു. പന്തുമായിട്ട് മുന്നേറുവാനും കൃത്യമായിട്ട് ക്രോസുകൾ സപ്ലൈ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു പ്രോപ്പർ വിഷനും യുക്തിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാത്തതിലെ പ്രശ്നങ്ങളുമൊക്കെ ബ്രൈസിനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും തേച്ചുമിനുക്കലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബ്രൈസ് അന്നേ അപകടകാരിയാവേണ്ടതായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അദ്ദേഹം ഐ ലീഗ് ക്ലബ്ബുകളിലേക്കൊക്കെ ലോൺ അടിസ്ഥാനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒടുവിൽ അദ്ദേഹം വന്നു ചേർന്നിരിക്കുന്നത് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈയിൻ എഫ്.സിയുടെ തട്ടകത്തിലേക്കാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സ് വളർത്തിവിട്ട ഒരൈറ്റമായ നവറം ഹൗസിംഗ് പോലും നമ്മളുടെ പ്ലെയർ ആയിരുന്നു എന്നുള്ളത് എത്ര പേര് ഓർക്കുന്നുണ്ട്? ആദ്യ സീസണിൽ സന്ദേശ് സിംഗനും രാഹുൽ ബേക്കയും മുതൽ ഇങ്ങോട്ട് ഈസ്റ്റ് ബംഗാളിന്റെ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള നവറം സിംഗിനെ വരെ വളർത്തിവിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത താരങ്ങൾ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ വിവിധ ക്ലബ്ബുകളിൽ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ കൂട്ടത്തിലേക്ക് ഒരുപക്ഷെ ഇനി ചെന്നൈയിൻ എഫ്.സിയുടെ എല്ലാമായി മാറാൻ കപ്പാസിറ്റിയുള്ള താരമാണ് ബ്രൈസ് മിറാണ്ട. ബ്ലാസ്റ്റേഴ്സിന്റെ കളരിയിൽ കൂടി കളി പഠിച്ച് അംഗത്തിനിറങ്ങിയ ഒരുത്തൻ കൂടി മറ്റുള്ളവരുടെ തലവനാകാൻ പോകും.